പിന്നെ വരുന്നതാണ് മാനസികമായിട്ടുള്ള ജപം. അപ്പൊ മാനസികമായിട്ട് പിരിമുറുക്കങ്ങൾ ഉണ്ടാകുന്ന സമയത്താണ്, അല്ലെങ്കിൽ ജപത്തിന് തൊട്ട് മുമ്പ് മാനസികമായിട്ട് പിരിമുറുക്കത്തിൽ ഇരിക്കുന്ന ഒരു വ്യക്തിയാണെങ്കിൽ സ്വാഭാവികമായിട്ടും ആദ്യം നമ്മൾ കൈകാര്യം ചെയ്യേണ്ടത് നമ്മളുടെ മാനസികമായിട്ടുള്ള ശരീരത്തെയാണ്. മെന്റൽ ബോഡിയാണ് നമ്മൾ കൈകാര്യം ചെയ്യുന്നത്. അപ്പൊ ആ സമയത്ത് അങ്ങനെയുള്ള ഒരവസ്ഥയ്ക്ക് നമ്മൾ മാനസികമായിട്ടുള്ള ജപമാണ് കൂടുതലായിട്ട് തുടങ്ങേണ്ടത്. അപ്പൊ നമ്മൾ കുറെ ഈ ഓരോ ഘട്ടത്തിലും ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാകുമ്പോൾ ഉച്ചത്തിൽ ജപിക്കുക, വൈകാരികമായിട്ടുള്ള അസ്വസ്ഥത ഉണ്ടാകുന്ന സമയത്ത് ഉപാംശുവിൽ ജപിക്കുക, മാനസിക സംഘർഷങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് മാനസിക ജപമായിട്ട് ജപിക്കുക. അപ്പൊ ഇത് ഓരോ ലെവലിലും ഇപ്പോൾ നമ്മൾ ആദ്യം തുടങ്ങുന്ന സമയത്ത് ഉച്ചത്തിൽ ജപിച്ച് തുടങ്ങും. പിന്നീട് ശരീരം ഒരു സെറ്റിൽഡ് ആയിട്ടുള്ള അവസ്ഥ വരുന്ന സമയത്ത് കുറച്ചു നേരം ജപിച്ച് കഴിഞ്ഞ ശേഷം ശ്വാസഗതിയൊക്കെ നമുക്ക് ഏകദേശം ഒരു നോർമൽ ആയ ശേഷം അല്ലെങ്കിൽ സ്റ്റേബിൾ ആയ ശേഷം നമ്മളുടെ ശാരീരികമായിട്ടുള്ള അസ്വസ്ഥത മറഞ്ഞു എന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ അടുത്ത സ്റ്റേജിലേക്ക് പോകാം. ആ ജപത്തിൽ തന്നെ ഉപാംശുവിലേക്ക് പോകാം. ആ ഉപാംശുവിൽ നിന്നും തന്നെ മെന്റൽ സ്റ്റേജിലേക്ക് പോകാം. അത് ഓരോരുത്തരും പ്രത്യേകമായിട്ട് അവരവരുടെ ഓരോ കഴിവുകൾ അല്ലെങ്കിൽ അവരുടെ അവസ്ഥ, ശരീരത്തിന്റെ അവസ്ഥ എന്താണെന്ന് ഓരോ ദിവസവും നോക്കിയിട്ട് വേണം ചെയ്യാൻ. അപ്പൊ സാധാരണ നിയമങ്ങൾ എല്ലാ ദിവസവും ഗുരു പറഞ്ഞിട്ടുണ്ട് ഉച്ചത്തിൽ ജപിക്കാൻ പാടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അപ്പൊ അത് നമ്മൾ എല്ലാ സന്ദർഭങ്ങളിലും അതല്ല ഉപയോഗിക്കേണ്ടത്. ഇപ്പൊ നമ്മളുടെ ശാരീരിക ഘടന എന്താണോ ഓരോ ദിവസവും അതനുസരിച്ചിട്ടായിരിക്കും നമ്മൾ ഉപയോഗിക്കുന്ന മന്ത്രത്തിന്റെ രീതി. ഇതാണ് ഇതിന്റെ അടിസ്ഥാനം. അപ്പൊ ഈ മന്ത്രജപം ചെയ്യുന്നതിന് മുമ്പ് ശരീരം സ്ഥിരമായി നിൽക്കണം എന്നാണ്, സ്ഥിരമായിട്ടുള്ള ഒരു പൊസിഷനിൽ ഇരിക്കാൻ പറ്റണം എന്നുള്ളതാണ്. അതാണ് നമ്മൾ അഷ്ടാംഗ യോഗത്തിൽ യമനിയമങ്ങളെ ആദ്യം പറഞ്ഞ് ആസന പ്രാണായാമം പിന്നീടാണ് പറയുന്നത്. അപ്പോൾ ഈ ആസനത്തിന്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആസനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇരിപ്പിടം എന്നുള്ള അർത്ഥം. അപ്പൊ നമ്മളുടെ ശരീരത്തിലാണ് ഈ നമ്മൾ ഉപാസിക്കുന്ന മൂർത്തിയുടെ വാസസ്ഥലം ഉണ്ടാവേണ്ടത്. അപ്പൊ സ്വാഭാവികമായിട്ടും ആ വാസസ്ഥലമായിരിക്കുന്ന ആസനം, അതിൻ്റെ പരിസരം, ഇതെല്ലാം നമ്മൾ ആദ്യമേ വൃത്തിയാക്കി വെക്കണം എന്നുള്ളതാണ്. അപ്പോൾ ശാരീരിക ശുദ്ധി എത്രത്തോളം ഇമ്പോർട്ടൻ്റ് ആണോ അത്രത്തോളം തന്നെ ഇമ്പോർട്ടൻ്റ് ആണ് നമ്മളുടെ വൈകാരിക ശുദ്ധിയും മാനസിക ശുദ്ധിയും. അപ്പോൾ ഈ ശരീരശുദ്ധി എന്തായാലും നമ്മൾ ഒരു സ്നാനം ചെയ്യുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ശരീരത്തെ മാലിന്യങ്ങളെല്ലാം നീക്കപ്പെടുന്നുണ്ട്. പക്ഷെ വൈകാരികമായിട്ട് നോക്കുന്ന സമയത്ത് വൈകാരികമായിട്ടുള്ള മാലിന്യങ്ങളെ മാറ്റാനായിട്ട് ശാരീരികമായിട്ടുള്ള ഒരു സ്നാനം ചെയ്തതുകൊണ്ട് പോവില്ല. അപ്പോൾ അതിനെന്താ ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ വൈകാരികമായിട്ടുള്ള മാലിന്യങ്ങളെ നീക്കാനാണ് നമ്മൾ പ്രാണായാമം ചെയ്യുന്നത്. ഇപ്പൊ പ്രാണനാണ് നമ്മളുടെ ശരീരത്തിനെ നിലനിർത്തിക്കൊണ്ടു പോകുന്നത്. പ്രാണന്റെ ഗതി അനുസരിച്ചിട്ടായിരിക്കും നമ്മളുടെ വികാരങ്ങളെല്ലാം തന്നെ ശരീരത്തിൽ ഉണ്ടാകുന്നത്. അപ്പോൾ അമിതമായിട്ടുള്ള വൈകാരിക വിക്ഷോഭം ഉണ്ടാകുന്ന ഒരവസ്ഥയിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ ആ വൈകാരികമായിട്ടുള്ള വിക്ഷോഭം ഉണ്ടാകാനുള്ള കാരണമായിട്ടുള്ള മാലിന്യങ്ങളെ നമ്മൾ പ്രാണായാമം ചെയ്തിട്ടാണ് മാറ്റേണ്ടത്. ഇപ്പൊ പ്രാണായാമത്തിന് ജനറലായിട്ട് ഒരു നിയമങ്ങളുണ്ട്. 1:4:2 എന്നൊക്കെ റേഷ്യോ പറയുന്നുണ്ട്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അങ്ങനെ നമ്മൾ കൃത്യമായിട്ടൊരു സയന്റിഫിക് ആയിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ ഒരാൾക്കും അത് പ്രാക്ടീസ് ചെയ്യാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ കംഫർട്ടബിൾ ആയിട്ട് ഒരു ഡീപ്പ് ബ്രീത്തിങ്ങും ഡീപ്പ് എക്സലേഷനും അത് ഓരോ വ്യക്തിക്കും അവരവരുടെ കണ്ടീഷൻ അനുസരിച്ചിട്ട് എത്ര ധൈര്യം ഉണ്ടാക്കാൻ പറ്റുമോ അത്ര ധൈര്യം ഉണ്ടാക്കിയിട്ട് ചെയ്താൽ മാത്രം മതി. അപ്പോൾ ഒരു 10-12 പ്രാവശ്യം അല്ലെങ്കിൽ ഒരു 16 പ്രാവശ്യമോ അല്ലെങ്കിൽ കുറച്ച് 36 പ്രാവശ്യമോ ആ ഡീപ്പ് ബ്രീത്തിങ് എടുത്ത ശേഷം ഈ മന്ത്രം ഏതാണോ മന്ത്രം ഉപാസിക്കുന്നത് ആ മന്ത്രത്തിനെ കൊണ്ടാണ് നമ്മൾ പ്രാണായാമം ചെയ്യേണ്ടത്. ഇപ്പം മന്ത്രമില്ല എന്നുണ്ടെങ്കിൽ പ്രണവം മാത്രം ജപിച്ചാലും മതി. ഇനിയിപ്പോൾ മന്ത്രവും ജപിക്കണ്ട എന്ന് തോന്നുന്ന ആളാണെങ്കിൽ ഒന്നും ചെയ്യണ്ട, വെറുതെ കുറച്ച് നേരത്തേക്ക് ഒരു ധൈര്യം, ഒരു ടൈം ഫിക്സ് ചെയ്ത് വെച്ചാൽ മതി. ഇത്ര ഒരു 4 മാത്ര ഉള്ളിലെടുക്കുക, 8 മാത്ര പുറത്തേക്ക് വിടുക എന്നുള്ള സങ്കല്പത്തിൽ ചെയ്താലും മതി. അപ്പൊ അത് എന്തായാലും അവനവന്റെ ശരീരത്തിന്റെ ഘടനയും അന്നത്തെ ഓരോ ദിവസത്തെ അവസ്ഥയും അനുസരിച്ച് വേണം നമ്മൾ ചെയ്യാൻ. നിർബന്ധിച്ചിട്ട് ശരീരത്തിനെ പീഡിപ്പിക്കരുത്. ശരീരത്തിന്റെ സ്വാസ്ഥ്യമാണ് ഒരു ആധ്യാത്മിക അനുഭവത്തിന്റെ അടിത്തറയായിട്ട് വരേണ്ടത്. അപ്പൊ നമ്മൾ അങ്ങനെ ശരീരശുദ്ധിയും മാനസികമായിട്ടുള്ള വ്യവഹാര ശുദ്ധി, അത് വൈകാരികമായിട്ടുള്ള ശുദ്ധിയും ചെയ്ത ശേഷമാണ്
പിന്നെ മനസ്സിന്റെ മാലിന്യങ്ങളെ നീക്കാനായിട്ട് മന്ത്രജപം ചെയ്യുന്നത്. അപ്പൊ ഇത് ഒറ്റ പ്രോസസ്സാണ്. അപ്പൊ നമ്മൾ ശരീരം ജപം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ ശരീരത്തിന് വേണ്ടതായിട്ടുള്ള ശുദ്ധികൾ ചെയ്യുന്നു. അപ്പോൾ ഈ മന്ത്രം ചെയ്യുന്ന സമയത്ത് ഭംഗം വരാൻ പാടില്ല എന്നുള്ളത് പറഞ്ഞുകൊണ്ടാണ് നമ്മൾ സ്നാനത്തിനോട് കൂടി തന്നെ ശൗചകൃത്യങ്ങളെല്ലാം മുമ്പേ ചെയ്തിരിക്കണമെന്ന് പറയുന്നത്. ഉദരത്തിന് താഴെയുള്ള ഭാഗങ്ങളിലുള്ള മാലിന്യങ്ങളെല്ലാം പുറത്ത് പോയ ശേഷം മാത്രമേ പ്രാണായാമം ചെയ്യാൻ പാടുള്ളൂ. അതല്ലെങ്കിൽ താഴെ പോകുന്ന ആ വായു നമ്മൾ പ്രാണായാമം ചെയ്യുന്ന സമയത്ത് മുകളിലേക്കാണ് വരിക. അപ്പോൾ അപാനവായു ആയിരിക്കുന്ന അല്ലെങ്കിൽ ശരീരത്തിലെ ദുഷിച്ച വായു എല്ലാം പുറമേക്ക് പോകേണ്ടതായതുകൊണ്ടും അതേമാതിരി മലമൂത്ര വിസർജനം കൃത്യമായിട്ട് ചെയ്ത ശേഷം മാത്രമേ, ബാഹ്യമായിട്ട് ശുദ്ധിയും ചെയ്ത ശേഷം മാത്രമേ പ്രാണായാമത്തിലേക്ക് കടക്കാൻ പാടുള്ളൂ. അപ്പോൾ ഒരു ആ സമയത്ത് മന്ത്രം ജപിക്കുന്ന സമയത്ത് ശരീരം സ്റ്റഡി ആയിരിക്കണം. അങ്ങനെ സ്റ്റഡി ആയിരിക്കണമെന്നെങ്കിൽ ശരീരത്തിന് ഒരു പ്രത്യേകമായിട്ടുള്ള ട്രെയിനിങ് കൊടുക്കണം. ആ ട്രെയിനിങ് ആണ് ഈ ആസനം എന്ന് പറയുന്നത്. ആസനം എന്ന് പറയുന്നത് ഇപ്പോൾ യോഗാസനം അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്. എന്ന് വെച്ചാൽ കുറേ ടൈപ്പ് ഓഫ് ആസനസ് ഉണ്ട്. അതൊന്നും ഫിസിയോതെറാപ്പി എന്നുള്ള നിലയ്ക്കല്ല ഞാൻ പറയുന്നത്. ഏതൊരു ആസനത്തിൽ, ഏതൊരു ഇരിപ്പിടത്തിൽ നിങ്ങൾക്ക് സ്വസ്ഥമായിട്ട് മിനിമം ഒരു 30 മിനിറ്റ് എങ്കിലും ശരീരത്തിന്റെ പോസ്ചർ മാറാതെ ഇരിക്കാൻ പറ്റിയാൽ അതിനെ നമുക്ക് ആസന സ്ഥിരത എന്ന് പറയാം. അത് എങ്ങനെ വേണമെങ്കിലും ഇരിക്കാം. നിങ്ങൾ ചമ്രം മടിഞ്ഞിരിക്കാം, പത്മാസനത്തിലിരിക്കാം, അർദ്ധപത്മാസനത്തിലിരിക്കാം, അതൊക്കെ നിങ്ങളെ സൗകര്യം. ഇനി ചെയറിലിരിക്കുന്നതിനും കുഴപ്പമൊന്നുമില്ല. പക്ഷെ ദി തിങ് ഈസ് ദാറ്റ് നിങ്ങളുടെ ശരീരം സ്റ്റേബിളായി ഒരു കൃത്യസമയത്ത് ഒരു ഡ്യൂറേഷനിൽ ഇരിക്കാൻ പറ്റുന്ന ഒരവസ്ഥയിലേക്ക് കൊണ്ടുപോകണം. അപ്പോൾ നമ്മളുടെ ആഹാരക്രമം വളരെ കൃത്യമായിട്ട് നമ്മൾ നോക്കണം. കാരണം വയറ് നിറഞ്ഞിരിക്കുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഉറക്കം വരും, നിങ്ങൾക്ക് ധ്യാനം ചെയ്യാൻ പറ്റില്ല, പ്രാണായാമം ചെയ്യാനും പറ്റില്ല. അതുകൊണ്ടാണ് ആസനക്രിയ ഈ ക്രിയകളെല്ലാം ചെയ്യുന്നതിന് മുമ്പായിട്ട് വയറിൽ ക്ലിയറായിട്ട് നമ്മൾ അതിനെ ശുദ്ധീകരിച്ച് മാലിന്യങ്ങളൊക്കെ പുറത്താക്കിയ ശേഷം വളരെ മിനിമമായിട്ടുള്ള ഒരു ആഹാരക്രമം, എന്തെങ്കിലും ലഘുവായിട്ടുള്ള ഒരു ആഹാരം കഴിഞ്ഞിട്ട് ശരീരത്തിനെ പീഡിപ്പിക്കാതിരിക്കാൻ വേണ്ടി മാത്രം ചെയ്തുകൊണ്ട് ഒരു ധ്യാനമോ അല്ലെങ്കിൽ പ്രാണായാമോ ചെയ്താൽ മാത്രമേ അതിന് സക്സസ്ഫുൾ ആയിട്ടൊരു ഇഫക്റ്റ് കിട്ടുള്ളൂ. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ശരീരം വൃത്തിയായിട്ട്, ബാഹ്യവുമായിട്ടുള്ള വൃത്തിയും വേണം, ആന്തരികമായിട്ടുള്ള വൃത്തികളും ഉണ്ടാകണം. ശരീരത്തിന് ഒരു സ്റ്റഡി ആയിട്ട് പോസ്റ്റർ ഇരിക്കാനുള്ള സംവിധാനം ഉണ്ടാക്കിയെടുക്കണം. പിന്നെ ഈ ശരീരത്തിൻ്റെ നമ്മളുടെ ശാസ്ത്രവും പറഞ്ഞിരിക്കുന്നത്, യോഗസാധനയിലും പറഞ്ഞിരിക്കുന്നത്, നമ്മളുടെ സുഷുമ്നാ നാഡിയിലാണ് നമ്മളുടെ എനർജി മുഴുവൻ നിൽക്കുന്നത്. അപ്പോൾ നട്ടിൽ നിവർന്നിരിക്കണം എന്നുള്ളതാണ് അടിസ്ഥാനപരമായിട്ടുള്ള തത്വം. ഇത് ഞാൻ പറയുന്നത് ഭക്തനെ ബേസ് ചെയ്തിട്ടുണ്ടല്ല. ഭക്തൻ എന്ത് വേണമെങ്കിൽ ചെയ്തോട്ടെ. ആൾ കിടന്നുകൊണ്ട് ജപിക്കാം, നടന്നുകൊണ്ട് ജപിക്കാം, ഇനി ശൗചാലയത്തിൽ ഇരുന്ന് ജപിക്കാം, അതൊക്കെ അവരുടെ ഇഷ്ടം. അത് ഭക്തന് അതിനൊന്നും ബാധകമല്ല. അദ്ദേഹം കിടന്നുകൊണ്ട് ജപിച്ചാലും ശരി, ഈ നടന്നുകൊണ്ട് ജപിച്ചാലും ശരി, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള ദേവതയുടെ അനുഗ്രഹങ്ങൾ അത് കിട്ടിക്കോളും. പക്ഷേ നമ്മൾ നേരിട്ട് കൈകാര്യം ചെയ്യാം, ഒരു എനർജിയെ നമ്മൾ കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് ശാസ്ത്രീയമായിട്ട് നോക്കുകയാണെങ്കിൽ അദ്ദേഹത്തിന് നിയമങ്ങൾ ബാധകമാണ്. അതിൽ ഈ കൃത്യമായിട്ട് ഈ നിയമങ്ങൾ പാലിച്ചേ പറ്റൂ. ശരീരശുദ്ധി, മനഃശുദ്ധി, വൈകാരിക ശുദ്ധി, അതേമാതിരി ആസന സ്ഥിരത. അപ്പോൾ നട്ടിൽ നിവർന്നിരിക്കണം എന്നുള്ളതാണ് ശാസ്ത്രം. അപ്പൊ ഈ ഭൂമിയിലേക്ക് ഗുരുത്വാകർഷണം എന്ന് പറയുന്നുണ്ട്. എല്ലാ ഭൂമി തന്നിലേക്ക് ആകർഷിക്കുന്ന അതൊരു നിയതിയാണ്, ലോകത്തിൻ്റെ ഒരു നിയതിയാണ്, അല്ലെങ്കിൽ ഈ ക്രിയേഷൻ്റെ നിയതിയാണ്. അപ്പോൾ അത് മന്ത്രസാധനനെ എങ്ങനെ ബാധിക്കുന്നു വെച്ച് കഴിഞ്ഞാൽ, നമ്മളൊരു ആസനത്തിൽ ഇരിക്കുന്ന സമയത്ത് ഭൂമിയെ സ്പർശിച്ചു കൊണ്ടാണ് ഇരിക്കുന്നതെങ്കിൽ നമ്മൾ ശരീരത്തിൽ ഉണ്ടാക്കിയെടുക്കുന്ന, മന്ത്രത്തിലൂടെ ഉണ്ടാക്കിയെടുക്കുന്ന ചൈതന്യങ്ങളെല്ലാം ഈ ഭൂമി വലിച്ചെടുക്കും. അപ്പൊ അത് വരാതിരിക്കാൻ നമ്മളുടെ ശരീരത്തിൽ നമ്മൾ ഉത്തേജിപ്പിക്കപ്പെടുന്ന ശക്തി നമ്മളിൽ നിന്നും ചോർന്നു പോകാതിരിക്കാനാണ് നമ്മൾ ആസനം എന്നുള്ള സാധനം വെക്കാൻ പറ്റുന്നത്. അപ്പൊ അത് ഒരു പലകയാവാം, ഒരു ദർഭം കൊണ്ടുള്ള ഒരു ആസനമാവാം, പിന്നെ പുലിത്തോല്, മാൻതോല്, ഇങ്ങനെയൊക്കെ പല കാര്യങ്ങളും ഉണ്ട്. എന്തായാലും ഇതൊക്കെ ഒരു ബാഡ് കണ്ടക്ടർ എന്നുള്ള നിലയ്ക്കാണ് നമ്മൾ ഉപയോഗിക്കേണ്ടത്. Oh